ഇസ്തിഗ്ഫാറിനേക്കാൾ വലുത് സ്വലാത്താണോ? സ്വലാത്താണ്. അത് ഇജി പറഞ്ഞ സ്വലാത്തും അല്ല, നബിയിലെ കോടൽ. മനസ്സിലായോ? അത് കോടാനക്കോടി ഇസ്തിഗ്ഫാറിന് മേലെയാണ്. അതെത്തി തെറ്റിനെ ഇല്ലാതാക്കും ഇസ്തിഗ്ഫാർ. പക്ഷെ ഇസ്തിഗ്ഫാറിന് മുമ്പ് എന്ത് ചെയ്യണം? ബൗണ്ടറി കയറണം. ബൗണ്ടറി മുഹമ്മദാണ്. ഇതാണ് സുന്നി. ഇതാണ് സുന്നി. അറിയാം സുന്നി വേഗം അസ്തഗ്ഫിറുല്ലാഹ് എന്നല്ല, സുന്നി വേഗം എന്ത് ചെയ്യും? മനസ്സുകൊണ്ട് നബിയിലേക്ക് മടങ്ങും. അതിനൊരു സെക്കൻഡ് മതി, ഒരു സെക്കൻഡ്. അള്ളാഹുവിന്റെ ആ ഹബീബിന്റെ ആ മത്തായ ആ പ്രകാശം അതിങ്ങനെ വിതറപ്പെട്ട സമയത്ത് തന്നെ ആ വരി അർത്ഥം വെച്ചതാണ്. ഒന്ന് ഓർമ്മ വരാൻ വേണ്ടി പറയാണ്. അത് വിതറപ്പെട്ടിട്ടുണ്ട്. അതാണ് അള്ളാഹു തആല ആദ്യം ചെയ്ത ഒരു കർമ്മം. അത് ആർക്ക് ലഭിച്ചോ അവർ നേടിയവരാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. അത് മരണം വരെ കൊണ്ടുപോകാനും അതിൽ മരിക്കാനും അള്ളാഹു തൗഫീഖ് തരട്ടെ. എല്ലാം മുസ്തഫായ നബിയാണ്. എല്ലാം മുസ്തഫായ നബിയാണ്. എല്ലാം മുസ്തഫായ നബിയാണ്. എല്ലാം ഒരു അബ്ദിനെ സംബന്ധിച്ചിടത്തോളം ആ അബ്ദ് ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും, ഇസ്തിഗ്ഫാറാണല്ലോ വലിയ കാര്യം. ഇന്ന് രാവിലെ എന്നോട് എൻ്റെ ഒരു കുട്ടി ചോദിച്ചു. അപ്പൊ ഇനി ഞാനൊരു മറുപടി അവിടെ പറഞ്ഞു. എന്നോ നിങ്ങളോട് പറയാൻ വിചാരിച്ച ഒരു കാര്യമാണ്. നമ്മുടെ ഇസ്തിഗ്ഫാർ പോലും ആരാ പേര് ചോദിച്ചു? ഫഹദ് ചോദിച്ചു. നമ്മുടെ ഇസ്തിഗ്ഫാർ പോലും നമുക്ക് വേണ്ടിയുള്ള നബിയുടെ ഇസ്തിഗ്ഫാറിന്റെ താഴെയാണ്. അതായത് ഇസ്തിഗ്ഫാർ കൊണ്ടുപോലും നമ്മൾ നബിയെ മറികടക്കാൻ പാടില്ല. അതായത് നാം നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടുമ്പോഴും അതിനെ നാം കണക്കാക്കേണ്ടത് നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്ന നബിയുടെ നമുക്ക് വേണ്ടി ഇൻഡിവിജ്വലായും അങ്ങനെ വിചാരിക്കാം. നമ്മെ എല്ലാരെയും നബിക്ക് അറിയും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയും. എല്ലാരെയും അറിയും. മാമിൻകും മിൻ അഹദിൻ യുസല്ലി വയുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു റൂഹി ഹത്താ റുദ്ദ അലൈഹിസ്സലാം എന്ന് പറഞ്ഞിട്ടില്ലേ? ആരെവിടെ എനിക്കൊരു സ്വലാത്തു വസ്സലാം പറഞ്ഞാലും ഞാൻ അവരപ്പോൾ അതിന് തിരിച്ചൊരു മറുപടി പറയുന്നു പറഞ്ഞിട്ടില്ലേ? സലാം മടക്കും. സലാത്തിന് തിരിച്ചൊരു വാക്ക്, ഒരു നല്ല വാക്ക് പറയും, ഒരു പ്രശംസ ചൊരിയും. സാരല്ല, നിന്റെ കാര്യത്തിൽ ഞാനുണ്ട് കേട്ടോ എന്ന് പറയും. അതില്ലാത്തൊരു സമയം എനിക്ക് മരിച്ചാലും ലോകാവസാനം വരെ ഉണ്ടാവൂല എന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടില്ലേ? അപ്പൊ നമ്മളെ കാര്യം അപ്പൊ നമ്മൾ ആരറിയും? ഹബീബ് അറിയൂലേ? എങ്ങനെ അറിയാതിരിക്ക? അപ്പൊ ഇന്ന് നേരം വെളുത്തിട്ട് ഈ ഇരിക്കുന്ന പലരെ എനിക്കറിയാം. ഇന്ന് നേരം വെളുത്തിട്ട് തഹജ്ജുദ് കഴിഞ്ഞിട്ട് 100 സ്വലാത്ത് ചൊല്ലിയവരുണ്ട്, 200 സ്വലാത്ത് ചൊല്ലിയവരുണ്ട്. എനിക്ക് അറിയാം. ഇന്ന് വൈകുന്നേരത്തിന് 1000 സ്വലാത്ത് ചെല്ലുന്നവരുണ്ട്. ഒരാഴ്ചയിൽ 70,000 അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹ്ലിഹി ആഴ്ചയിൽ 70,000 തീർക്കുന്നവരുണ്ട്. കാരണം ദിവസം 10,000 ചെല്ലും. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹ്ലിഹി. നമ്മളെ ക്ലാസ്സിലെ കുട്ടികൾ പ്രത്യേകിച്ചും, അതില് ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് ഒരുപാട് ബിശാറത്തുകൾ ലഭിക്കും, വലിയ സന്തോഷങ്ങൾ കിട്ടും. അത് നിറഞ്ഞ അവസ്ഥയിലാണ്. അപ്പൊ അവരെ ആരറിയും? ഹബീബായ നബി നമ്മളെക്കാൾ വലിയ ആളാണ് നബി. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. മുഅ്മിനീങ്ങൾക്ക് സ്വന്തത്തെക്കാൾ വലിയ ആൾ നബിയാ. നമുക്ക് പുറത്തു കിട്ടണമെന്ന് ഇതിന് രണ്ടാമത്തെ അർത്ഥം പറയാം. നമുക്ക് പുറത്തു കിട്ടണമെന്ന് നമുക്കുള്ള ആഗ്രഹത്തെക്കാൾ ആഗ്രഹം നബിക്കാണെന്നല്ലേ ഈ ആയത്തിനർത്ഥം? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. മുഅ്മിനീങ്ങളാണല്ലോ യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. മുഅ്മിനീങ്ങളല്ലേ സ്വലാത്ത് ഇല്ല? മുഅ്മിനീങ്ങൾക്ക് സ്വന്തം നഫ്സിനെക്കാളും പ്രധാന ആരാണ്? ഹബീബായ നബിയാ ആണല്ലോ. എന്തുകൊണ്ടാണ്? അതിന്റെ അർത്ഥം എന്താ? അവന്റെ കാര്യം അവനേക്കാൾ ശ്രദ്ധിക്കുന്നത് ഹബീബായ നബിയാ. അങ്ങനെയല്ലേ?
ലളിതമായ അർത്ഥം. നിങ്ങളെല്ലാവരും ഇത് ചിന്തിക്കി. നിങ്ങളൊരു തർക്കത്തിന് പോകല്ലേ, നിങ്ങൾ നിഷ്പക്ഷമായി ചിന്തിക്കുക. അല്ലാഹു പറഞ്ഞല്ലേ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ നബി 63 കൊല്ലം കഴിഞ്ഞിട്ട് മരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നിങ്ങളെ കാര്യം നോക്കണം. പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ തന്നെയാണ് വലുത് നല്ലല്ലോ പറഞ്ഞത്. ഒരു മൂമിന്, ലോകാവസാനം വരെയുള്ള മൂമിന് സ്വന്തം നഫ്സിനേക്കാളും പ്രധാന ആരാ എന്നല്ലേ ആയത്തിനർത്ഥം. അപ്പൊ ഇന്നും ഒരു മൂമിനിന്റെ കാര്യം ശ്രദ്ധിക്കുന്നതിനേക്കാൾ ആ മൂമിന്റെ കാര്യം ശ്രദ്ധിക്കുന്ന ആരാ? ഹബീബ നബിയാണെന്നല്ലേ കുട്ടിയെ അതിന്റെ അർത്ഥം. ഇന്ന് ഞാൻ ഫാദിനോട് പറഞ്ഞു, ഫാദെ എന്നോട് ചോദിച്ചതിന്റെ ഉത്തരം ചോദ്യം ലാസ്റ്റ് പറഞ്ഞുതരാം. ഫാദെ, ആദ്യം നിനക്ക് ആ ബോധം ഉണ്ടാകണം. ഞാൻ പലപ്പോഴും പറയലുണ്ട്, സ്വലാത്ത് കടം വിടാനല്ല, സ്വലാത്ത് പൈസ ഇട്ടാനല്ല. എന്നാ അത് അതിനൊക്കെ ചൊല്ലിക്കൂടെ ചൊല്ല. പക്ഷെ സ്വലാത്തൊരു മുങ്ങലാണ്. ആരില്? നബിയില്. ലോകത്തെ ഏറ്റവും വലിയ കെൻസിൽ നിധിയിൽ മുങ്ങിയ പിന്നെ ഓന്റെ കയ്യില് എന്തും ഇല്ലെങ്കിലും 2 കയ്യിലെങ്കിലും കൂട്ടിപ്പിടിച്ചിട്ടല്ലേ പൊങ്ങുള്ളൂ. ഒരു രത്നത്തിന്റെ ശേഖരത്തിൽ ഒരാൾ മുങ്ങിയാൽ ചാക്കി കെട്ടിക്കൊണ്ടിട്ടില്ലെങ്കിലും 2 കയ്യിലെങ്കിലും പാരൂലേ? ഉറപ്പല്ലേ? പിന്നെ അവന്റെ കടം വീടുന്ന കാര്യം ഉറപ്പാണല്ലോ. അവിടെ കണക്കാക്കണ്ട്. നമ്മൾ സ്വലാത്തിൽ മുങ്ങിയാൽ, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നീ സ്വലാത്തിനെ പറ്റി മനസ്സിലാക്കേണ്ടത് കുറച്ചപ്പുറത്ത് മനസ്സിലാക്കണം. നമ്മൾ ആർക്ക് സമർപ്പിക്കുക? ഹബീബ നബിക്ക്. എന്തുകൊണ്ട്? നമ്മൾ നമുക്ക് ആഗ്രഹിക്കുന്നതിനേക്കാൾ ആഗ്രഹിക്കുന്ന ആൾക്കല്ലേ നമ്മൾ സമർപ്പിക്കേണ്ടത്. ഒരു ഉപമ പറയാ, നബിക്ക് ഒരു ഉപമ പറയാ. പറയട്ടെ, മറക്കരുത്. പറയട്ടെ, പറകുട്ടി പറയട്ടെ. കരുണയുള്ള പിതാവ്, കാരുണ്യവാനായ പിതാവ്, യഥാർത്ഥത്തിൽ കാരുണ്യവാനാ. എനിക്കൊരു 10 ഉറുപ്പിക ഉണ്ടാകാൻ, എനിക്കൊരു വീടുണ്ടാകാൻ, എൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉണ്ടാകാൻ, എൻ്റെ വീടിന് മനോഹരമാകാൻ ഏറ്റവും എന്നെക്കാൾ ആഗ്രഹമുള്ളവരാണ് ആര്? പിതാവ്. ഇജ് ഗൾഫിലാ, എനിക്ക് വീടുണ്ടാക്കുന്നത് വാപ്പയാ. ഉത്തരവാദിത്തം ഏൽപ്പിച്ചത് ആരെയാ? വാപ്പാനെയാ. വാപ്പ ഭയങ്കര കരുണയാ. നിനക്ക് നേടണമെന്നല്ലാത്തൊരു ആഗ്രഹം ആർക്കില്ല? വാപ്പാക്കില്ല. അല്ലെങ്കിൽ മാസത്തില് ഒരു 15,000 ഉറുപ്പിയാണ് ശമ്പളം, ഓർ 25,000, ഓർ 20,000. ഞാൻ പൈസന്ന് അത്യാവശ്യം എന്റെ ఖర్చ, എന്റെ ചെലവുകൾ കഴിഞ്ഞാൽ ബാക്കി നേരെ ആർക്ക് എത്തിച്ചു കൊടുക്കും? വാപ്പാക്ക്. ആ വാപ്പാക്ക് ഒരു 18,000, 17,000 ഉറുപ്യ മാസത്തിൽ ഇങ്ങനെ കിട്ടും. പിന്നെ ഇവിടുന്നൊക്കെ കിട്ടുന്ന കടം വാങ്ങി ഒരു 25,000, 50,000, അതിന്റെ അപ്പുറം ആരും എനിക്ക് കടം തരൂല. കാരണം എനിക്ക് അത്രയല്ലേ വരുമാനമുള്ളൂ. അതിങ്ങനെ എത്തിച്ചു കൊടുക്കും. വാപ്പ പൊരൻ ഇങ്ങനെ ഉണ്ടാക്കും. എപ്പോഴെങ്കിലും അതിന്റെ ഫോട്ടോ വിട്ടുകൊടുത്തെങ്കിലായി. വാപ്പയും ഇതിങ്ങനെ ആ പൈസ വാങ്ങും, പൊരണ്ടാക്കും. പക്ഷെ പൊരണ്ടാക്കുമ്പോൾ ഇജ് ബാപ്പാക്ക് അയച്ചു കൊടുക്കുന്നത് 18,000. പക്ഷെ ബാപ്പ ഓരോ മാസം പൊരക്ക് വേണ്ടി ചെലവാക്കുന്നത് 50,000, 75,000, 1 ലക്ഷം, ചിലപ്പോ 2 ലക്ഷം, ചിലപ്പോ 3 ലക്ഷം, ചിലപ്പോ 5 ലക്ഷം. ഇജ് തളർന്നിരിക്കും. എന്താ ബാപ്പയെ കാട്ടുന്നത്? എവിടുന്ന ബാപ്പാക്ക് കിട്ടുന്നത്? ചില സമയത്ത് ഇജ് ബാപ്പാക്ക് വിളിച്ചു പറയും, നിങ്ങൾ പരിധി വിട്ട് കടം വാങ്ങിയാല് എനിക്ക് കഴിയൂലട്ടോ. പാപ്പാന്റെ മറുപടി, കടം വിട്ടാൻ എന്നോട് ഞാൻ പറഞ്ഞോ? 2 കൊല്ലം കൊണ്ട് എന്റെ അധ്വാനിച്ച പൈസയും ഇത് കടം വാങ്ങിയതും കൂടി അയച്ചു കൊടുത്തത് ഒരു 7-7.5 ലക്ഷം. ബാപ്പ 25 ലക്ഷത്തിന്റെ വീടുണ്ടാക്കി ചാവിയും കൊണ്ട് കാത്തു തീർക്കാണ് ഇജി വന്ന് ഉദ്ഘാടനം ചെയ്യാൻ. അപ്പൊ ഓരോ രാത്രിയും ഇജി കരിയും. ഇനി നന്ദിയുള്ളവനാണെങ്കിൽ ഇവിടെ നിനക്ക് 2 അവസ്ഥ ഉണ്ട്. നന്ദിയുള്ളവനാകലും പറയും, നന്ദി കെട്ടോനാകലും.
നന്ദിയുള്ള ഇനി നിനക്ക് രണ്ടവസ്ഥ, നന്ദിയുള്ളവനാകൽ, നന്ദി കെട്ടവനാണ്. ബാപ്പ ഈ 25 ലക്ഷത്തിൽ എത്രയോ കട ഉണ്ടാവും, അത് വീട്ടാൻ നിന്നോട് ബാപ്പ പറഞ്ഞിട്ടില്ല. ബാപ്പ എന്താ ചെയ്തത് എന്ന് പോലും നമ്മക്കോട്ട് അറിയൂല്ല. അപ്പൊ നീ നന്ദിയുള്ളവനാണെങ്കിൽ ചെയ്യേണ്ടത്, നിനക്ക് 1 ഉറുപ്പിക കിട്ടിയാലും 100 ഉറുപ്പിക കിട്ടിയാലും നിനക്ക് 1 ലക്ഷം ഉറുപ്പിക കിട്ടിയാലും ആരെ കൈ കൊടുക്കണം? അവരെ കൊടുക്കണം. ആണോ അല്ലേ? അനക്ക് കിട്ടിയതൊക്കെ ജായ്ക്ക് സമർപ്പിച്ചു ബാപ്പാക്ക്. നിന്റെ കാര്യം ആര് നടത്തി? ബാപ്പ. പെരന്റെ ഉദ്ഘാടനത്തിന് അന്ന് പെണ്ണുങ്ങൾ പറഞ്ഞു, നിങ്ങളടുത്ത് പൈസ കിട്ടിയതൊക്കെ ബാപ്പാക്കാണ് കൊടുക്കുക, നമുക്ക് സാമാനങ്ങൾ വാങ്ങല്ലേ. അപ്പൊ ഓളോട് പറയേണ്ട മറുപടി, എന്റെ ബാപ്പാന്റെ താല്പര്യത്തിലല്ലാത്തൊരു സാമാനം എനിക്ക് വാങ്ങാൻ ഇല്ല, എന്റെ കഴിഞ്ഞ പൈസയില്ല, എനിക്കൊരു ആവശ്യമില്ല. അത് 2 ദിവസം ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് 3-ാം ദിവസം ഇവലെ രണ്ടാളെയും ബാപ്പയും ഉമ്മയും വിളിക്കുക, നമുക്ക് കുപ്പായം മാറ്റി അങ്ങാടി പോണം. എന്താണ് എന്റെ കുട്ടികൾക്ക് വേണ്ടത് ഒക്കെ എടുത്തോളി, ഒക്കെ അമ്മ കൊടുന്ന് ബില്ലാക്കി പോരാ. ബാപ്പ പൈസയുടെ എന്നോട് ഞാൻ പൈസ വെച്ചു. ഇതാണ് ആര്? ബാപ്പ. ബാപ്പ. അല്ലാതെ 18,000 അയച്ചു കൊടുക്കുമ്പോ 8,000 ചെലവാക്കി 10,000 പൊട്ടിച്ചാറ് വാപ്പയല്ലത്. നമ്മൾ നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ പോലും ആ ഒരു നിലക്ക് നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ പോലും ഒരു ഇസ്തിഗ്ഫാർ നീ ചെയ്യേണ്ടെന്നല്ല, ഈ ഇസ്തിഗ്ഫാറിനേക്കാൾ വലുതായിരിക്കും പലപ്പോഴും സ്വലാത്ത്. കാരണം സ്വലാത്ത് ആർക്കുള്ളതാണ്? ബാപ്പാക്കുള്ളതാ. അനലക്കും കൽ അബി റഹീം, ഞാൻ നിങ്ങൾക്ക് കരുണയുള്ള ബാപ്പയെ പോലെയാണ്. നീ ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടതല്ല, വലു അന്നഹും ഇൻവലമു. നീ അതിനർത്ഥം വെക്കുക, നിങ്ങൾക്കിത് വൃത്തിയായി മനസ്സിലാവും. മുഅ്മിനീങ്ങൾ അക്രമം ചെയ്തു, അംഫുസഹും, അവരോട് തന്നെ. മുഅ്മിനീങ്ങൾക്ക് അബദ്ധം പറ്റൂലേ? പറ്റും, പറ്റിയിരിക്കും. പക്ഷെ അബദ്ധം ചെയ്താൽ ജാഊക, അവരെവിടെ വരണം? അങ്ങയുടെ അടുത്ത് വരണം. അങ്ങയുടെ അടുത്ത് വന്ന് എന്നിട്ട് അവര് ആ മുഅ്മിനീങ്ങൾ നിങ്ങൾ അടുത്ത് വന്നിട്ട് അള്ളാഹുവിനോട് അവർ പൊറുക്കലിനെ തേടണം. ഓഹോ, റസൂൽ റസൂൽ ഏതായാലും അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടും. അതായത് നീ ഒരു തെറ്റ് ചെയ്താൽ നീ ആരിൽ ആദ്യം സറണ്ടർ ആകണം? ഹബീബായ നബി. ആ ചിറകിന്റെ ഉള്ളു കുത്തിരുന്നിട്ടാണ് പഠിച്ചോനെ പുറത്തേറിഞ്ഞാറുണ്ട്, ഒറ്റക്കല്ല. മോനെ, ഇസ്തിഗ്ഫാർ എപ്പ പറഞ്ഞാലും ഇത് മനസ്സാണ്, തിരിഞ്ഞില്ല. അതാ നിന്റെ മനസ്സുകൊണ്ട് നീ എവിടെ കോടണം? നബിയാകുന്ന ആ കോട്ടയിലേക്ക് കൊണ്ടം. അത് സുരക്ഷിതമായ കോട്ടയാ. നീ തെറ്റ് ചെയ്താൽ ചിലപ്പോൾ നീ തെറ്റ് ചെയ്താൽ നിനക്ക് ആപത്ത് വരാൻ സാധ്യതയുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹൈഫുൾ ഒരു പക്ഷേ നിനക്ക് പിൻവലിച്ചേക്കും. ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. വ്യഭിചരിക്കുമ്പോൾ മുഅ്മിനാവുകയില്ല. വലാ യസ്രിഖു സാരിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ. മോഷ്ടിക്കുമ്പോൾ മുഅ്മിനാവുകയില്ല. അപ്പൊ ആ സമയത്ത് അള്ളാഹു അവന്റെ ഹൈഫുൾ നിനക്ക് പിൻവലിച്ചേക്കാം. അത് പാർത്തിരിക്കുന്ന ഒരാളുണ്ട്. ആര്? പിശാച്. ഒന്ന് പറ കുട്ടി, ഇവിടെ കാത്തിരിക്കുന്ന ഒരാളുണ്ട്. അള്ളാഹുവിന്റെ ഹൈഫുൾ എപ്പോഴാണോ നിനക്ക് നഷ്ടപ്പെടുന്നത് കാത്തിരിക്കുന്ന ഒരാളാണ്. ആര്? മിൻ ബൈനി ഐദിഹിം വമിൻ ഖൽഫിഹിം വഅൻ അയ്മാനിഹിം വഅൻ ശമാഇലിഹിം. അപ്പോൾ വേഗം നീ എന്ത് ചെയ്യണം? സുരക്ഷിതമായി റബ്ബൻ ഉണ്ടാക്കിയൊരു കോട്ടയുണ്ട്, ആ കോട്ടയിലേക്ക് ഓടണം. ആ കോട്ടയാണ് ആര്? അതും അള്ളാന്റെ കാരുണ്യ, അതും അള്ളാന്റെ ഫുള.
അപ്പൊ അള്ളാഹിന്റെ ഹിഫ്ള് നഷ്ടപ്പെട്ടാ പിന്നെ ഹിഫ്ള് ഉണ്ടാവും. അതും സെക്കൻഡാണത്. മനസ്സിലായില്ല? നേരിട്ട് നിനക്കൊരു ഹിഫ്ള് നഷ്ടപ്പെട്ടാലും നഷ്ടപ്പെടാതിരിക്കാനുള്ള സെക്കൻഡ് ഓപ്ഷൻ ആരെന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്? അള്ളാഹ് ഉണ്ടാക്കിയിട്ടുണ്ട്. എപ്പോഴും നിനക്ക് പിന്നെ ആ തെറ്റ് ചെയ്യേണ്ടി വന്നു. നബിയെ മറന്നപ്പോ, നബിയെ നമ്മൾ മറക്കും ഒരു സെക്കൻഡിൽ. ഒരു സെക്കൻഡിൽ മനസ്സിന്ന് പോയി. ഞാൻ പറയട്ടെ, വ്യഭിചാരത്തിന് കൂട്ടുകാരൻ പ്രേരിപ്പിച്ചു, ബാംഗ്ലൂർ പോയതാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു വ്യഭിചാരത്തെ തൊട്ട് നമ്മളെ കാക്കട്ടെ. അള്ളാഹു വ്യഭിചാരം പോലുള്ള എല്ലാ തെറ്റിനെ തൊട്ടും അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മുടെ ഒരു അവയവവും ഹറാം ആഗ്രഹിക്കുന്നതിനെ തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ബാംഗ്ലൂർ പോയതാണ് ഈയും നിന്റെ കൂട്ടുകാരനും. നിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ നിനക്ക് പൊന്നാണ്. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഇന്നലെ രാത്രി ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു എനിക്ക് ചെയ്ത ഏറ്റവും വലിയ നിഅമത്ത് എന്റെ ഭാര്യയാണ് ഉസ്താദേ. സത്യമാണത്. നമുക്കൊക്കെ അങ്ങനെ ആയിരിക്കും. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. അപ്പൊ അത്രയും അവൾക്ക് നിന്നെയും വിടാൻ കഴിയില്ല, നിനക്ക് അവളെയും വിടാൻ കഴിയില്ല. മനസ്സിലായോ? അവളെ ഓർമ്മയാണ് എപ്പോഴും നിനക്കുള്ളത്. ചെങ്ങായി എന്നെ വ്യഭിചാരത്തിന് പ്രേരിപ്പിച്ചു. ഒരു സെക്കൻഡിൽ ഭാര്യയുടെ മുഖം നീ മറന്നുപോയി. അപ്പോൾ നീ വ്യഭിചാരശാലയിലേക്ക് കയറി. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഉപമയത് ഇത് ഉപമയാണ്, ഇത് ഉപമയാണ്. ഇവിടെ ഭാര്യയുടെ സ്ഥാനത്ത് ഒരാളെ കയറ്റി വെക്കണ്ട് കുറച്ച് കഴിഞ്ഞാല്. ഇത് ഉപമേ. അപ്പൊ ഭാര്യയുടെ ഓർമ്മ പോയി. വേറെ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കാത്ത എന്തുകൊണ്ടാണ്? ഭാര്യ എന്റെ മുന്നിൽ ഉണ്ടാവോ വേറെ എത്ര കാണേണ്ട ആവശ്യം നിനക്കില്ല. ഒരു സെക്കൻഡിൽ അവളെ മുകൾ പോയി വ്യഭിചാരശാലയിലേക്ക് കയറി. വ്യഭിചരിക്കാനുള്ള മുറിയിലേക്ക് കയറിയപ്പോഴാണ് ഓളുണ്ട് ഓർമ്മ വന്നത്. ഓള് അവസാനത്തെ ബട്ടൺ ഇട്ട്, മനസ്സിലായില്ലേ? ആ ഉള്ളു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇവിടെ കുപ്പായത്തിന് മേലൊന്നും ഒരു ഉമ്മ വെക്കട്ടെ. ആ കുപ്പായത്തിന് മേലും ഉമ്മ വെച്ച്. എന്തുകൊണ്ട്? നിങ്ങളെ ഊതോ നഷ്ടപ്പെടണ്ട. അങ്ങനെ പറഞ്ഞേക്കണ ഭാര്യമാരുണ്ട്. എന്തേ സത്യല്ലേ ഞാൻ പറഞ്ഞേ? ആ ഞാൻ കുപ്പായത്തിന് മേലെ ഉമ്മ വെക്കട്ടോ. ആ കുപ്പായത്തിന് മേലെ അതൊന്ന് ഓർമ്മ വന്നു. അപ്പൊ ഇറങ്ങിപ്പായിച്ച്. പറഞ്ഞ് മനസ്സിലായോ? ചിലർക്ക് കുറച്ചും കൂടി പോവും. പിശാച് വല്ലാതെ പിടിച്ചോയി. വ്യഭിചാരം കഴിഞ്ഞപ്പോഴാണ് ഓളെ ഓർമ്മ വന്ന്. അപ്പൊ പൊട്ടി മനസ്സിലായി പറഞ്ഞത്? ഈ ഓർമ്മയാണ് സത്യത്തിൽ ഒരു മുഅ്മിന് ആരുടെ ഓർമ്മ? മുത്തുനബിയുടെ ഓർമ്മ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ മനസ്സിൽ അല്ലാഹുവിന്റെ ചിത്രമല്ല. കാരണം കുല്ലുമാ ഖത്തറ ബിബാലിക ഫല്ലാഹു ലൈസ മിസ്ലഹു. നീ എന്ത് സങ്കല്പിച്ചാലും അത് ആരല്ല? അല്ലാഹു അല്ല. അതേസമയത്ത് ആരാവും? അന്ത ഉമ്മുൻ അം അബു. നമ്മൾ മൗലിദ് ഓതുന്ന സുന്നികളാണ്. ഈ മൗലിദൊക്കെ നബിയുടെ ഒരു മനസ്സിലായില്ലേ? ബിംബമില്ലാത്ത നബിയുടെ ബിംബ പ്രതിഷ്ഠയാണ് മൗലിദ്. എവിടെയാണ് ബിംബം? അത് പുറത്തില്ല, മനസ്സില്ല. അപ്പോൾ അവിടുന്ന് ഡയറക്റ്റ് കണക്ഷനാണ് ആരിലേക്ക്? അള്ളാഹുവിലേക്ക്. ഒരിക്കലും നീ തെറ്റിയൂല, ഒരിക്കലും പതറൂല. ചിലപ്പോൾ പതറിയാൽ വീട്ടിൽ തിരിച്ചു പോകണം, വീട്ടിൽ തിരിച്ചു വരാം. പതറൂല. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? നുബുവത്തിന് വഫാത്തിന് ശേഷവും ഉറങ്ങാത്തൊരാളുണ്ട്. ആ ആൾക്ക് ഉറക്കല്ല. നമുക്ക് രണ്ടാൾ ഉറങ്ങണില്ല. മുഅ്മിൻ റസൂൽ ഉറങ്ങണില്ല. അള്ളാഹുവിന് ഉറക്കൽ ഹറാമാണ്. ഒരിക്കലും മുസ്തഹിലായ സിഫത്താണ്. അള്ളാഹു ഉറങ്ങൂല. അപ്പൊ ഇന്നെന്റെ കാര്യത്തിൽ സദാ ബദ്ധശ്രദ്ധ രണ്ടാൾ നിനക്കുണ്ട്. നബിക്ക് ഉറങ്ങാം, പക്ഷെ നബിക്ക് വഫാത്തിന് ശേഷം എന്തില്ല? ഉറക്കമില്ല. നമ്മളൊക്കെ അപ്പോൾ സലാം മടക്കണം എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ പറ്റൂ? അമേരിക്കക്കാരൻ പകല് സലാം പറയും, ഇന്ത്യക്കാരനും പകല് സലാം പറയും. എത്ര കോടാനക്കൂടി ഇവർക്കൊക്കെ ആ സമയത്ത് മറുപടി കൊടുക്കണല്ലോ.
ഉറങ്ങാൻ പറ്റുമോ? ഉറങ്ങാൻ പറ്റുമോ? പറ്റൂല. അതിനപ്പുറത്ത് ഒരാളുണ്ട് ഒരിക്കലും ഉറങ്ങാത്ത. ആര്? അല്ലാ. അതുകൊണ്ട് ഹയ്യുല്ല, ഉറങ്ങലല്ല. പി ഭാസ്കരനാണോ അതല്ല വയലാറാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു പാട്ട് വിണ്ണിലിരുന്നുറങ്ങുന്ന ദൈവമോ എന്നൊരു പാട്ട്. മണ്ണിലിഴയുന്ന മനുഷ്യനോ, അങ്ങനെ ഒരു പാട്ട്. വിണ്ണിലിരുന്നുറങ്ങുന്ന ദൈവമോ മണ്ണിലിഴയുന്ന മനുഷ്യനോ, അങ്ങനെ ഒരു പാട്ടുണ്ട്. വിണ്ണിലിരുന്നുറങ്ങുന്ന ദൈവമോ. അന്ധനാര് ഇപ്പോൾ അന്ധനാര്, അന്ധകാരപ്പരപ്പിൽ ഇപ്പോൾ അന്ധനാര്, അങ്ങനെയാണ് ആ പാട്ട്. ജയേന്ദ്രൻ സാറാണ് ആ പാട്ട് പാടുന്നത്. വയലാറാണോ പി ഭാസ്കരൻ എനിക്ക് അറിയില്ല. ഏതായാലും തിരിച്ചു വരും. അങ്ങനത്തെ ഒരു ദൈവമല്ല ഇസ്ലാമിന്റെ ദൈവം. ജയൻ സാർ പാടാണ് ആ പാട്ട്. ആരെ വരിക? പി ഭാസ്കരൻ. അത് കറക്റ്റ്. മനസ്സിലായോ പറഞ്ഞു? വിണ്ണിലിരുന്നിറങ്ങുന്ന ദൈവമോ മണ്ണിലിഴയുന്ന മനുഷ്യനോ, അന്ധനാര് ഇപ്പോൾ അന്ധനാര്, അന്ധകാരപ്പരപ്പിൽ അന്ധനാര്. ബിഫോർ 40 years or 50 years എന്നാണ് ആ പാട്ട്. എന്നാണ് ആ പാട്ട് ഇറങ്ങണത്? ബിഫോർ 50 years. നമ്മളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് കേൾക്കുന്ന പാട്ടാണ്. അത്തരം പാട്ടുകളൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ടോ? 71 എന്ന് പറഞ്ഞാല് ബിഫോർ 55. 55 കൊല്ലം മുമ്പ് പി ഭാസ്കരൻ എഴുതിയിട്ട് ജയേന്ദ്രൻ സാർ പാടിയ പാട്ടാണ്. അപ്പോ വിണ്ണിലിരുന്നുറങ്ങുന്ന ദൈവമോന്ന, അങ്ങനത്തെ ദൈവമല്ല ഇസ്ലാമിന്റെ ദൈവം. അതല്ല യഥാർത്ഥ ദൈവം. ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമുൻ. ഒരു മറവിയോ ഉറക്കമോ ഇല്ലാത്തതാണ് ഇസ്ലാം പരിചയപ്പെടുത്തിയ യഥാർത്ഥ ദൈവം. ആ ദൈവത്തിന് ഒരിക്കലും ഉറക്കമില്ല, മയക്കമോ ഒന്നുമില്ല. സത്യല്ലേ? എങ്കിൽ ജീവിതകാലത്ത് ഇന്നലഹു കൽബൻ ഇതാ നാമത്തിൽ ഐനാനി ലം യനമി, ആ നബിക്കൊരു ഹൃദയമുണ്ട്, കണ്ണുറങ്ങിയാലും. ജീവിതകാലത്ത് മരിച്ചാൽ എന്തുമില്ല, ഉറക്കമില്ല. ആ രണ്ടാൾ നിന്റെ കാര്യം ശ്രദ്ധിക്കുന്ന സ്ഥിതിക്ക് എന്നാ പിന്നെ നീ എപ്പോഴും എന്ത് വേണമെന്നറിയോ? നീ മലക്കായ നിനക്ക് സ്വർഗം കിട്ടൂല. നീ തിന്മയുടെയും നന്മയുടെയും നടുവിൽ നിൽക്കുമ്പോഴാണ് സ്വർഗം കിട്ടുക. സമ്പൂർണ്ണ ഹിഫുല്ലാക്കിയിട്ട് ആക്കിക്കൂടായിരുന്നോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആക്കിയ മലക്കാവും. മലക്കായി നിനക്ക് സ്വർഗം ഉണ്ടാവില്ല. എപ്പോഴും നീ നന്മയുടെയും തിന്മയുടെയും മധ്യത്തിലുള്ള ഒരു വാറാണ്, ഒരു സ്ട്രഗിളാണ്. ലൈഫ് തന്നെ ഒരു സ്ട്രഗിളാണ്. അതായത് സ്വന്തം, മനസ്സിലായില്ലേ? അവനോട് ചെയ്യുന്ന സ്ട്രഗിൾ. ഈ സ്ട്രഗിൾ ജിബ്രീലിനില്ല അലൈഹിസ്സലാം, മീകായിലിനില്ല അലൈഹിസ്സലാം. അവർക്ക് സ്വർഗവുമില്ല നരകവുമില്ല. നീ രണ്ടിനെ നടുക്കണം. അപ്പൊ ചിലപ്പോൾ നിനക്ക് നഷ്ടപ്പെട്ടേക്കാം. ഒരവസ്ഥ കഴിഞ്ഞാൽ നഷ്ടപ്പെടൂല്ല. നമ്മൾ പോലത്തെ എപ്പോഴും നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഓടണം. മനസ്സിലാണ്ട് പറഞ്ഞത്? ഞാൻ ഒരു ഉപമയും കൂടി പറയാം. നമ്മൾ കാടിന്റെ ഓരത്താണ് ഈ റിസോർട്ട്, ആണോ? ഇത് മുത്തങ്ങയിലെ കാടാണ്, വലിയ കാടാ. ആനയൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന കാടാ. ഇതിന്റെ ഉടമസ്ഥൻ നമ്മളൊരു സ്നേഹിതനാണ്. അദ്ദേഹം നമ്മൾ നാട്ടുകാരനാണ്. ഇന്നലെ മുതൽ അദ്ദേഹത്തിന് ഒരു വലിയ സ്നേഹബന്ധം എനിക്ക് അദ്ദേഹത്തോട് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം നമ്മളൊരു നാട്ടുകാരനാണ്, ഒറിജിനൽ നാട്ടുകാരനാണ്, പൂവാട്ടോർമാരനാണ്. അപ്പൊ അദ്ദേഹം ഇന്നലെ എന്നോട് പറഞ്ഞു, എപ്പോഴും ആനയുടെ ചീറൽ ഇവിടുന്ന് കേൾക്കും.
ഫോറസ്റ്റിന്റെ ഔട്ട് പോസ്റ്റ് ഇവിടെ ഉണ്ട് പറഞ്ഞാൽ അവർ വിളിച്ചു വരും എപ്പോഴും. അപ്പൊ അങ്ങനെയുള്ള ഒരു പരിസരത്ത് താമസിക്കുന്ന ഒരു വീട്ടിലെ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകൂല. ഒരു വേള കുട്ടി ആനയുടെ കണ്ണോളം എത്തിയേക്കാം. 99% കുട്ടി ഗേറ്റിന് പുറത്ത് പോകൂല. ഒരു വേള ഈ കുട്ടി പുറത്തേക്ക് പോയാൽ അപ്പോ ചീറുന്ന ആനയെ കുട്ടി കാണും. ഒരു സെക്കൻഡിൽ കുട്ടി എന്ത് ചെയ്തോളണം? ഗേറ്റിനകത്തേക്ക് കയറി പോകണം. ഇവിടേക്ക് ആന വരില്ല. ഇതന്നെയാണ് മുത്തനബി. നമുക്ക് ഈ ബൗണ്ടറി കിടക്കാൻ പാടില്ല. ഹലാല് ഹറാമിന്റെ ബൗണ്ടറിയാ. അല്ലെ, ഹലാല് കഴിഞ്ഞിട്ടുള്ള ബൗണ്ടറിന്റെ പുറത്തേക്ക് ചാടിയ പിന്നെ എന്താണത്? ഹറാമ. ആ ബൗണ്ടറിക്ക് നമ്മൾ ചാടുമ്പോഴത്തിന് ശത്രു ആക്രമിക്കും. അപ്പോഴത്തിന് വേഗം ഏതാണ് ഈ കോട്ട? അന്നബിയുൽ മുസ്തഫ. അവിടെ ആരുണ്ട്? അല്ലാഹുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? അതുകൊണ്ടാണ് നിങ്ങൾ തെറ്റ് ചെയ്താൽ നിങ്ങൾ പൊറുക്കലിനെ തേടണം എന്ന് പറയുന്നതിന് പകരം ഈ കുട്ടി വേഗം ചെയ്യേണ്ടത് എന്താ? ജൗക്ക. മനസ്സിലായില്ലല്ലോ കുട്ടികളെ? ഈ കുട്ടി ചെയ്യേണ്ടത് മനസ്സിലായല്ലോ? ഈ കുട്ടി ഒരു 10-20 വയസ്സായ യുവാവാൻ സങ്കല്പിക്ക്. ആനയെ ഭയപ്പെടുത്തുന്ന തോക്കോന്റെ വീട്ടിലുണ്ടെന്ന് സങ്കല്പിക്ക്. മനസ്സിലായോ? അല്ല, ഓന്റെ കയ്യിൽ തന്നെ തോക്കുണ്ടെന്നും സങ്കല്പിക്ക്. എന്നാലും ഓനെ ആന ഇങ്ങനെ ചീറി നിൽക്കുന്ന മുന്നോട്ട് ഇങ്ങനെ ഓടി വരുന്ന ആനയെ കാണുമ്പോൾ വെടിയൊക്കെ എല്ലാം വേണ്ട. വേഗം വേണ്ട എന്താ? കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് കയറി പിന്നെ വെടിപ്പഴുതുകളുണ്ട്. വെടി പിന്നെ വെക്കാം. തെറ്റിനെ ഇല്ലാതാക്കും ഇസ്തിഗ്ഫാർ. പക്ഷെ ഇസ്തിഗ്ഫാറിന് മുമ്പ് എന്ത് ചെയ്യണം? ബൗണ്ടറി കയറണം. ബൗണ്ടറി മുഹമ്മദാണ്. ഇതാണ് സുന്നി. ഇതാണ് സുന്നി അറിയാം. സുന്നി വേഗം അസ്തഗ്ഫിറുല്ലാഹ് എന്നല്ല. സുന്നി വേഗം എന്ത് ചെയ്യും? മനസ്സുകൊണ്ട് നബിയിലേക്കാണ് മടങ്ങും. എന്നൊരു സെക്കൻഡ് മതി. ഒരു സെക്കൻഡ് മനസ്സുകൊണ്ട് നബിയിലേക്ക് മടങ്ങാൻ എന്ത് മതി? പറ മക്കളെ. ഇവിടെ മാഷ് മനസ്സിലായില്ല? ഉമർപ്പെട്ട പ്രൊഫസർ ഡോക്ടർ ഹുസൈൻ ഇവിടെ ചോദിച്ച ചോദ്യങ്ങൾ മനസ്സിലാക്കിയോ? അദ്ദേഹത്തിന്റെ ചോദ്യം, നബിയെ നമ്മള് നബിയിലേക്കാണ് ഓടലെങ്കിൽ അങ്ങനെ ചോദ്യമല്ലേ അദ്ദേഹം ചോദിച്ചു? ആദ്യം സ്വലാത്ത ആണോ ഇസ്തിഗ്ഫാറാണോ വേണ്ടത്? സ്വലാത്ത് എന്ന പദം നിന്നിൽ നിന്ന് വരിക എന്നതല്ല വിഷയം. സ്വലാത്ത് നീ ആരിലേക്ക് ഓടണം? ഹബീബായ നബിയിലേക്ക്. എന്നിട്ടാണ് ഇസ്തിഗ്ഫാർ. സ്വലാത്തിന്റെ ലഫ്ളിനേക്കാളും വലുതാണ് മനസ്സ്. പദം പുറത്ത് ചാടിയത് അസ്തഗ്ഫിറുല്ലാഹ്. പക്ഷേ നീ ഓടിയിട്ടുണ്ട് അതിന്റെ മുമ്പ് ആരിലേക്ക്? എനിക്കിന്റെ നബി ഉണ്ടല്ലോ എന്ന ചിന്ത. ജൗക ഖുർആന. നിങ്ങൾ ഈ പറയുമ്പോഴൊക്കെ ഈ സുന്നി മുജാഹിദൊക്കെ മാറ്റിവെച്ച് ഈ റഹ്മത്തുള്ള പറയുന്ന കാര്യം എന്താണ് ഈ മനുഷ്യൻ ഈ പറയുന്നത് ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കണം. ഞാൻ നെസ്സിന് അർത്ഥം വെക്കണത്, ഖുർആന്റെ നെസ്സിന് അർത്ഥം വെക്കുക. വേഗം സ്വലാത്തില്ലോ അസ്തഗ്ഫിറുല്ലാഹ് എന്നല്ല, മനസ്സുകൊണ്ട് നബിയിലേക്ക് ഓടാൻ ഒരു സെക്കൻഡ് വേണോ? ഒരു സെക്കൻഡ് വേണ്ട. അതില് ആസിഫ് ബിൻ ബർഖിയാനേക്കാളും എളുപ്പത്തിൽ പറ്റും. ആസിഫ് ബിൻ ബർഖിയ പറഞ്ഞാല് മൈക്രോ സെക്കൻഡിലായിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. ആസിഫ് ബിൻ ബർഖിയാനെ കേട്ടിട്ടില്ലേ? അദ്ദേഹം പിന്നെ 2000 മൈലുകൾക്കപ്പുറത്ത് നിന്ന് എന്ത് ചെയ്തു? ബൽഖീസിന്റെ സിംഹാസനം കൊണ്ടുവരാം. മനസ്സിലായില്ല അല്ലെ? ഒരു പ്രാവശ്യം കണ്ണടച്ച് തുറക്കുക. മനസ്സിലായില്ല? അതായത് ഒരു തവണ കണ്ണടച്ച് തുറക്കുന്നതിന്റെ
മുമ്പ് ഒരു കണ്ണടച്ചോർക്കാൻ എന്താ വേണ്ടത്? ഒരു സെക്കൻഡ് കണ്ണടച്ച് തുറക്കാൻ എന്ത് മതി? ഏറ്റവും ചുരുങ്ങിയത് ഒരു കണ്ണടച്ചോർക്കാൻ എന്ത് മതി? സെക്കൻഡ് സൂചിയുടെ ഒരു ചാട്ടമാണല്ലോ എന്ത് സെക്കൻഡ്. ഇതല്ലേത്? അതിന് മുമ്പ് ഞാൻ സിംഹാസനം കൊണ്ടുവരും. അപ്പൊ അതെന്തിനാ? മൈക്രോസെക്കൻഡ്. ഇത് കർമ്മാണ്. മനസ്സോ ഇപ്പോൾ അറച്ചു പോകാം. ഒരു സെക്കൻഡിന്റെ 60% എന്ത്? മൈക്രോ സെക്കൻഡ്. അതിന്റെയും ഒരു 60%, അതിന്റെ ഒരു 60%, അതിന്റെയും 60%. അത് നമുക്ക് അങ്ങനെ മനസ്സിലായില്ല, അനാലിസ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ആ സമയം കൊണ്ട് നീ എവിടെ എത്തും? അർശിലെത്തുമെങ്കിൽ അതിന് നമുക്ക് നബിയിലെത്തിക്കൂടെ? വേറൊരു ഡൈമെൻഷനിൽ നീ നോക്കുകയാണെങ്കിൽ, വേറൊരു ഡൈമെൻഷനിൽ ഇരുന്ന് കണക്കാക്കുകയാണെങ്കിൽ, നീ നബിയിലെത്തിയിട്ട് 1000 കൊല്ലം കഴിഞ്ഞിട്ടാണ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞത്. വേറൊരു ഡൈമെൻഷൻ. ഇവിടുത്തെ ഒരു ഡൈമെൻഷൻ വേറൊരു ലോകത്ത് 100 കൊല്ലം ഉണ്ടാവും. അങ്ങനത്തെ ഡൈമെൻഷൻ ഉണ്ടാവും. ചിലടത്ത് 1000 കൊല്ലം ഉണ്ടാവും. അപ്പൊ ആ ഡൈമെൻഷനിൽ ഇരുന്ന് നോക്കിയാൽ ഈ അള്ളാഹ് റസൂലിന്റെ കോട്ടയിലെത്തി, ഓർമ്മ കൊണ്ട്, മനസ്സുകൊണ്ട് എത്തിയിട്ട് പിന്നെയും 1000 കൊല്ലം കഴിഞ്ഞിട്ടാണ് എന്ത് പറഞ്ഞത്? അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞത്. നീ എത്തിയിട്ട് അസ്തഗ്ഫിറുല്ലാഹ് നിന്റെ ഡൈമെൻഷനിൽ ഉടനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വേറെ ഡൈമെൻഷനിൽ നീ നബിയിൽ ആണ് ആദ്യത്തെ, പിന്നെ 1000 കൊല്ലം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്ത്? അസ്തഗ്ഫിറുല്ലാഹ്. അങ്ങനെയും വരാലോ. അത്രയും എളുപ്പത്തിൽ ആരെത്താ? അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം എടുക്കുമല്ലോ. നബീനെത്തിയാലോ 1 സെക്കൻഡ് വേണ്ട. ഇതിനാണ് നമുക്ക് മനസ്സ് തന്നത്. നിങ്ങൾ എന്റെ കൂടെ ഇല്ല കുട്ടികളെ, നിങ്ങൾ എന്റെ കൂടെ ഇല്ല. നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കണില്ല. നമ്മൾ അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൂടെ നിൽക്കേണ്ടത് ഇതുകൊണ്ടല്ല. ഇതിന് മണിക്കൂറും മിനിറ്റും ഒക്കെ എടുക്കും. ഇതുകൊണ്ടാണ്. ഇതിന് സമയമില്ല. ഇത് കൊടുക്കാതെ ഇത് നിങ്ങൾ എത്ര കൊടുത്തിട്ടോട്ട് കാര്യമല്ല. അതാണ് ഞാൻ രാവിലെ ഫാദിനോട് പറഞ്ഞത്. ഓൻ സുബൈസ് കെച്ചിനോട് ഒന്ന് ചോദിച്ച്, ഇസ്തിഗ്ഫാറിനേക്കാൾ വലുത് സ്വലാത്താണോ? സ്വലാത്താണ്. അത് ഈ പറഞ്ഞ സ്വലാത്തുമല്ല, നബിയിലെ കോടൽ. മനസ്സിലായോ? അത് കോടാനക്കോടി ഇസ്തിഗ്ഫാറിന് മേലെയാണ്. അതെത്തി. ഷുഐബ് നബിയുടെ നാട്ടിലെത്തിയപ്പോൾ മൂസ നബി പറയുന്നുണ്ട് ഷുഐബ് നബിയോട്, നജൗത മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമി സമൂഹത്തിൽ നിന്ന് നീ രക്ഷപ്പെട്ടു. നിങ്ങളിന്റെ കൂടെ ഉണ്ടോ? ഈ ഉപമ ഞാൻ ഇവിടെ എന്തിനാ കൊണ്ടുവന്നത്? അതായത് ഒരു ഖിബ്തിയെ മൂസ നബി കൊന്നു. അപ്പോൾ മൂസ നബിയെ കൊല്ലാൻ ഫറോവയും ആളുകളും തീരുമാനിച്ചു. അപ്പോൾ മൂസ നബി ഒളിച്ചു കിടന്നു ഈജിപ്തിൽ നിന്ന്. പിന്നെ മദിയനിലെത്തിയിട്ട് പിന്നെ വെള്ളം കൊടുത്തു, കുട്ടിയെ കൊണ്ട് വിളിപ്പിച്ചു, കൊണ്ടുവന്നു, വീട്ടിലെത്തിയപ്പോൾ മൂസ നബിയോട് ഷുഐബ് നബിയോട് മൂസ നബി താൻ ഒരാളെ കൊന്ന കഥയും ആ നാട്ടുകാരനെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ച കഥയും ഒക്കെ അങ്ങനെ പറഞ്ഞു. അതിന്റെ കൂടെ അല്ലേ? സമയത്രേ? എത്രക്ക തുടങ്ങി? 7:45. 8:45 ക്ലാസ് അവസാനിക്കും. ഇത് നമ്മളെ ക്ലാസ് എന്ന് പറഞ്ഞാൽ കുറെ വരി പറയലല്ല, ഒരു ചിന്തയിലേക്ക് നിങ്ങളെ കൊണ്ടുവരില്ല. 1000 കൊല്ലത്തേക്കാളും വലുതായിരിക്കും ചിലപ്പോൾ ഒരു ചിന്തയെ കൊണ്ടുവരുന്നത്. അള്ളാഹുവിന്റെ തൗഫീഖാണ്. അത് ഇബ്രാഹിം നിയാസിന്റെ ഒരു ബർക്കത്താണ്. മുസ്തഫ റസൂലുള്ളാഹിന്റെ മജ്ലിസാണ്. ഞങ്ങൾക്ക് വളരെ ചിന്തിക്ക്. എവിടുന്ന എന്റെ പേര് പറഞ്ഞു? ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കഥയൊക്കെ പറഞ്ഞു. ഞാനൊരു ഖിബ്തിയെ കൊന്നു. അവരുടെ ഭരണമാണ് ഈജിപ്തിൽ. അപ്പൊ ഭരണകൂടത്തിൽപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ഒരാളെ ഞാൻ
കൊന്നു. അപ്പോൾ എന്നെ കൊല്ലാൻ തീരുമാനിച്ചവർ 4 പാടം എന്നെ അന്വേഷിച്ച് ഓടുന്നതിനിടയിൽ ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ അപ്പോൾ ശുഐബ് നബി പറയുന്ന വാക്കാണ് നജൗത, നീ രക്ഷപ്പെട്ടു. മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമി സമൂഹത്തിൽ നിന്ന് നീ രക്ഷപ്പെട്ടു. മനസ്സിലാണ്ട് പറഞ്ഞത്? അപ്പൊ അവിടെ വളരെ ഈ വാക്ക് ശുഐബ് നബി പറയുന്ന സമയത്ത് മൂസ നബിക്ക് ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഇതാണ് ഏത് തെറ്റ് ചെയ്താലും, തെറ്റ് ചെയ്യാതിരിക്കട്ടെ, നബിയെ മറക്കുമ്പോഴേ തെറ്റ് ചെയ്യുള്ളൂ. ഒരു സെക്കൻഡിൽ റസൂലുള്ളാഹിന്റെ ചിന്ത മനസ്സിലേക്ക് വരുമ്പോൾ അവിടെ നബി നിന്നോട് പറയുന്നുണ്ട് നജൗത 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 നജൗത, നീ ഇന്നിലേക്ക് തിരിച്ചു വന്നില്ലേ മോനെ, നീ ഇപ്പോൾ രക്ഷപ്പെട്ടു. ഇനി നിനക്ക് ഭയപ്പെടേണ്ട ആവശ്യമല്ല. ഞാൻ ഇതേ മൂസയെ വേറെ സ്ഥലത്ത് കൊണ്ടുവരാം അലൈഹിസ്സലാം. നല്ല ഉഷാറിലിരിക്കണം കേട്ടോ. പിന്നെ ശുഐബിന്റെ മദിയനിൽ നിന്ന് മൂസ പുറപ്പെട്ടു. എങ്ങോട്ട്? ഈജിപ്തിലേക്ക് പോവാ. പോകുന്ന സമയത്ത് മൂസ നബിക്ക് നുബൂവത്ത് കിട്ടാണ്. എവിടെ വെച്ച്? ബേണിംഗ് ബുഷിൽ വെച്ച്. അതായത് ആ സിനായി മലയിലെ തുവാ മലഞ്ചെരിവിലെ ഒരു ചെറിയ വൃക്ഷത്തിന്റെ അടുത്ത് വെച്ച്, ആ വൃക്ഷത്തിന്റെ അടുത്ത് ഒരു 25-26 തവണയെങ്കിലും റബ്ബിന്റെ സഹായത്താൽ ഞാൻ പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈജിപ്തിന്റെ പരിധിയിലാണ്, സിനായി മരുഭൂമിയിലാണ്. നമുക്ക് ഒന്നിച്ചു പോകണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു നല്ല യാത്ര, നല്ല യാത്ര. 100-200 ആളുണ്ടായിരുന്നു. നല്ലൊരു യാത്ര. റബ്ബിന്റെ സഹായത്താൽ ഓരോ പൂഴി മണ്ണിന്റെയും ഇൻഷാ അല്ലാഹ് ഹിസ്റ്ററി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ അവിടെ വെച്ച് ഞാൻ എൻ്റെ കുട്ടികളൊന്നും ചിന്തിക്കട്ടോ. അവിടെ വെച്ച് അള്ളാഹു പറയാണ് ആരോട്? സയ്യിദന മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഇത് ഹബ ഇലാ ഫിർഔന, ഫിർഔനിലേക്ക് പോകുക. അപ്പോൾ മൂസ നബി തിരിച്ച് പറയുന്ന വാക്ക് ഇന്നാ നഖാഫു അൻ യഫ്റുത അലൈന, അവര് എന്റെ മേൽ ചാടി വീഴുമോ എന്ന് എനിക്ക് പേടിയാണ്. കാരണം ഞാൻ അവരിൽപ്പെട്ട ഒരാളെ കൊന്നതാണ്. എനിക്കത് സുരക്ഷിത ഏരിയ ഇല്ല. ഇതെന്താ പറയാൻ കാരണം? നേരത്തെയുള്ള കോൺഫിഡൻസ് ഇപ്പൊ ഇല്ല. എവിടുന്ന് പോന്നു? മദിയൻ ശുഐബിന്റെ സുരക്ഷയിൽ നിന്ന് പോന്നു. അപ്പോൾ അല്ലാഹു പറയാണ്, ഇത് ഹബ ഇന്നി മഅകുമ, ഇന്നി മഅകുമ, നിങ്ങൾ രണ്ടാളും പോകണം, നിങ്ങൾ രണ്ടാളുടെയും കൂടെ ഞാനുണ്ട്. ഇപ്പൊ വീണ്ടും ഇതിലായി, സുരക്ഷത്തിലായി. രണ്ടുപേരും ജ്യേഷ്ഠൻ ഹാറൂൻ നബി. ഹാറൂൻ നബി അവിടെ സദസ്സിലില്ല. പക്ഷെ അതേ സമയത്ത് ആരും ഉണ്ട് ഈ സന്ദേശത്തിൽ? ഹാറൂനുണ്ട്. അവരൊക്കെ അവരൊക്കെ സന്തോഷം. നമ്മുടെ ഈ വിശദീകരണം ഒരു സന്തോഷം, അവര് മാത്രമാണ് പറഞ്ഞൊക്കെ. അള്ളാഹു നമുക്ക് തരട്ടെ. മനസ്സിലായ കുട്ടികളെ? മനസ്സിലാക്കണം. അതായത് ഞാൻ ഒരു സെക്കൻഡിൽ മൂസ നബി പറഞ്ഞു നോക്കാണ്, ഇന്നാ നഖാഫു യഫ്റുത അലൈന, അവൻ നമ്മളുടെ മേൽ ചാടി വീഴ, അല്ലെങ്കിൽ അതിക്രമം ചെയ്യാ, എനിക്ക് പേടിയാണ്. ഖാല ലാ തഖാഫ, പേടിക്കണം, ഇന്നി മഅകുമ, ഞങ്ങളൊപ്പം ഉണ്ടാവും. ഓ, അപ്പൊ എന്തായി? സുരക്ഷിതത്തില്. അപ്പോൾ എന്തിന്റെ അർത്ഥം? സുരക്ഷിത ഏരിയയിലല്ലാതെ ഒരു മുസ്ലിം വസിക്കാൻ പാടില്ല. ഏതാണ് ഈ സുരക്ഷിത വലയം? അല്ലാഹുവും റസൂലുമാണ്. അതാണ് അതിന്റെ അർത്ഥം. ശത്രു നിന്നെ ഓടിക്കൂല എന്നല്ല. ശത്രു ഓടിച്ചാൽ ഓടലാണ് അവിടെ സുരക്ഷിതത്വം. എന്നാലും പരിധി വിട്ട ഒരു പേടി നിനക്കോട്ട് ഉണ്ടാവില്ല. ഓൻ പിടിച്ചു കൊന്നാലും നിനക്കതിൽ ഇങ്ങനെ വരെ അനുഭവിക്കൂല. ഒരു ഷഹീദിന്റെ മരണവേദന, ഒരു കുഞ്ഞനുറുമ്പിന്റെ കടിയുടെ വേദന ഉണ്ടാവില്ല എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. പരമാവധി ശത്രുവിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടൽ നിനക്ക് നിർബന്ധ. ഓടേണ്ടി വന്നാൽ, ഓടാൻ പാടില്ലാത്ത യുദ്ധമാണെങ്കിൽ ഓടാനും പാടില്ല. അതേസമയത്ത്
നിനക്ക് എന്ത് ചെയ്യാം, പോകാം, ഓടാം. അതിനുശേഷം പിടികൂടിയാലോ അവിടെ ജാലമുറ ഇടണ്ട. എന്തായാലും നീ ആര് സംരക്ഷണത്തിലാണ്? അല്ലാഹ്. അപ്പൊ നമ്മളെ സംരക്ഷണ വലയമേതാ? അല്ലാഹുവും റസൂലും. അതാണ് പ്രശ്നം.